നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുരുഷ ഫുട്ബോളിൽ ബ്രസീലിന് അത്ര നല്ല കാലമല്ല എന്നെല്ലാവർക്കും അറിയാം. ഇപ്പം കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും അവരൊന്നുമല്ലാതായി. പിന്നെ ഈ ഒളിമ്പിക്സിന് ബ്രസീലിലെ പുരുഷ ടീം യോഗ്യത പോലും നേടിയിട്ടില്ല. വനിതാ ഫുട്ബോളിലായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ഇന്നലെ വനിതാ ടീമും ഒളിമ്പിക്സിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവസാനം വരെ ലീഡ് എടുത്ത് നിന്നിട്ട് 90 മിനിറ്റിന് ശേഷം 2 ഗോളുകൾ വഴങ്ങി ജപ്പാനോട് ബ്രസീൽ പരാജയപ്പെട്ടു. 56-ാമത്തെ മിനിറ്റിൽ ജെനിഫർ ഗുവലയുടെ ഗോളിന് ബ്രസീൽ ലീഡ് എടുത്തതാണ്. പക്ഷേ കളി 90 മിനിറ്റ് കഴിഞ്ഞു. ആ സമയത്ത് ജപ്പാൻ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. സാക്കി കുമാഗൈ അത് ഗോളാക്കി മാറ്റുന്നു. 1-1 സമനില. കഴിഞ്ഞില്ല. അവസാനത്തിൽ മൊമോക്കോ ടനിക്കാവ കൂടി ഗോളടിച്ചപ്പോൾ 2-1 വിജയമാണ് ജപ്പാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രസീലിന്റെ മുന്നോട്ട് പോക്കിന് ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. നിലവിൽ വനിതാ ഫുട്ബോളിൽ 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 3-ാം സ്ഥാനത്താണ്. 2 കളികൾ കളിച്ച ബ്രസീലിന് 1 വിജയം 3 പോയിന്റ്. 2 കളികൾ 2ഉം വിജയിച്ച് 6 പോയിന്റോടെ സ്പെയിനാണ് ഈ ഗ്രൂപ്പിൽ ഒന്നാമതുള്ളത്. ജപ്പാനും 3 പോയിന്റാണ്, അവർ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. നൈജീരിയക്ക് പോയിന്റുകളൊന്നുമില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ശുഭകരമല്ല. മുന്നോട്ടുള്ള പോക്കിന് വരും മത്സരങ്ങളിൽ അവരിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.